ഇപ്പം എല്ലായിടത്തും മാമ്പഴം ഉള്ള കാലമല്ലേ. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ ആകുമ്പം മാമ്പഴം കൊണ്ട് പല റെസിപ്പികളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്കും കഴിക്കാം. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ, ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. മാംഗോ ലസ്സി. അപ്പം ഞാനിവിടെ 2 മാംഗോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി നല്ലവണ്ണം എടുത്ത് ഇതിൻ്റെ പൾപ്പൊന്ന് എടുക്കണം. എനിക്ക് ഈ രീതിയിലുള്ള മാങ്ങയാണ് ഇവിടെ കിട്ടിയത്. അപ്പം നിങ്ങളുടെ പക്കലുള്ള, നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് മാമ്പഴമാണെങ്കിലും കുഴപ്പമില്ല. ഏത് നല്ല മധുരമുള്ള മാമ്പഴം വേണം എടുക്കാനായിട്ട്. അതുപോലെ നല്ല കളറൊക്കെ ഉള്ളത് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ കഴുകിയതിന് ശേഷം ഇതിനകത്തെ പൾപ്പൊന്ന് എടുക്കണം. അത് മാങ്ങയുടെ തൊലി ചെത്തിയിട്ട് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് സ്പൂണ് കൊണ്ടാണെങ്കിൽ കോരിയെടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇതുപോലെ മുറിച്ചിട്ട് സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വരഞ്ഞിട്ട് മുറിച്ചിട്ട് നമുക്ക് പിച്ചാത്തി കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പം ലസ്സി തയ്യാറാക്കുന്ന പോലൊക്കെ തന്നെയുള്ളൂ. നമ്മൾ മാമ്പഴം കൂടെ ആഡ് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പൾപ്പെല്ലാം ഒന്ന് എടുത്തിട്ട് ഇനി ബാക്കി കാണിക്കാം. അപ്പം ഞാനിതുപോലെ മാമ്പഴത്തിൻ്റെ പൾപ്പെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ ഞാൻ മാറ്റി വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൂടി ചേർക്കണം. ലസ്സിയല്ലേ, അപ്പം പുളിയില്ലാത്ത തൈര് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയാണ് വേണ്ടത്. ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള അരി മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 2-3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് ലസ്സിക്ക് നല്ല മധുരം ഉണ്ടായിരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഞാനിവിടെ കുങ്കുമപ്പൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ സാഫ്രോൺ, അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിന് കേസർ എന്നൊക്കെയാണ് പറയാറുള്ളത്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പം ഞാനിത് 2ആയിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്താൽ മതി. 2 ഗ്ലാസ്സിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തോളം നമുക്ക് ഇത് എടുക്കാം. തൈരും മാങ്ങയും കൂടി അടിച്ചെടുത്തത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർക്കണ്ടേ, അതുകൊണ്ടാണ് ഫുള്ള് നിറയ്ക്കാഞ്ഞത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞത് കൂടി ചേർത്ത് കഴിക്കാം, അല്ല എങ്ങനെ കഴിക്കാം. ഇനിയിപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പം ഞാനിവിടെ സൈഡിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ച മാങ്ങ കൂടി ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക. ഞാനിവിടെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ്ക്രീം കൂടി ചേർക്കുന്നുണ്ട്. വാനില ഐസ്ക്രീമാണെന്ന് തോന്നുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കഴിക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പിന്നെയും എൻ്റെ ചാനൽ വീഡിയോ മുമ്പോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.